നല്ല വാർത്തകളാണ് ഇസ്ലാമാബാദിൽ നിന്നും വരുന്നത്. ഇന്ന് ഏപ്രിൽ 11 ശനിയാഴ്ച പാകിസ്ഥാൻ്റെ തലസ്ഥാനത്ത് ഇപ്പോൾ അമേരിക്കയും ഇറാനും ചേർന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇൻഡയറക്റ്റ് ടോക്സിൽ നിന്നും ഇപ്പോൾ ഡയറക്റ്റ് ടോക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ. 1979 ശേഷം ആദ്യമായാണ് അമേരിക്കയും ഇറാനും മുഖാമുഖം ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. അത് തന്നെ ഒരു ചരിത്രപരമായ ഒരു നിമിഷമായിട്ടാണ് ലോകമെമ്പാടും ഇപ്പോൾ ഈ ഒരു ചർച്ചകളെ നോക്കിക്കാണുന്നത്. ഈ രണ്ട് ഡെലിഗേഷൻസും ഇസ്ലാമാബാദിൽ എത്തിയതിന് ശേഷം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഇവരെ സ്വീകരിച്ച് ആനയിച്ച് വയ്ക്കുന്ന വിഷ്വൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ പാകിസ്ഥാൻ ലീഡർഷിപ്പിൻ്റെ ആയാലും അമേരിക്കൻ ഡെലിഗേഷനെ ആയാലും ഇറാൻ ഡെലിഗേഷൻ്റെയും വളരെ കംഫർട്ടബിൾ, കോൺഫിഡൻറ്റ്, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് നമുക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതും ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ, ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് അല്ലേ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചർച്ച ആദ്യ റൗണ്ടിൽ 2 മുറികളിൽ ഇരുന്നു കൊണ്ട് അമേരിക്കൻ ഡെലിഗേഷൻ ഒരു മുറിയിൽ, ഇറാനിയൻ ഡെലിഗേഷൻ മറ്റൊരു മുറിയിൽ, പാകിസ്ഥാൻ ഇവരുമായി മാറി മാറി സന്ദേശം കൈമാറുന്നു. അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നും ഒരേ മുറിയിൽ അമേരിക്കയും ഇറാനും ഒരുമിച്ചിരുന്ന് മുഖാമുഖമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നല്ല വാർത്ത. കാരണം ഇറ്റ് ഈസ് എ ഫോർവേഡ് സ്റ്റെപ്പ്. പാകിസ്ഥാനും മുറിയിൽ തന്നെയുണ്ട്. അപ്പോൾ 3 പാർട്ടികളും ഒരുമിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമാത്രമല്ല, ആദ്യം ഈ ലീഡർഷിപ്പ് ലെവലിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഇപ്പോൾ അതൊരു എക്സ്പേർട്ട് കമ്മിറ്റി ലെവലിലേക്ക് മാറിയിരിക്കുന്നു. 70ഓളം ഡെലിഗേറ്റ്സ് ആണ് ഈ ഇറാനിൻ്റെ ഭാഗത്തു നിന്നും ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡെലിഗേഷനിൽ ഇക്കണോമിക് കമ്മിറ്റിയുണ്ട്, മിലിറ്ററി കമ്മിറ്റിയുണ്ട്, ലീഗൽ കമ്മിറ്റിയുണ്ട്, ന്യൂക്ലിയർ കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. രാത്രി ഇപ്പോൾ ഡിന്നറിന് ശേഷമുള്ള ചർച്ചകൾ അങ്ങനെയാണ്. സോ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എന്തായിരിക്കും ഈ ചർച്ചയുടെ ഔട്ട്കം, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടോ എന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ. ഇതുപോലെ തന്നെ ഈ ചർച്ച നടക്കുന്നത് ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അവിടെ കനത്ത സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഈ ഹോട്ടൽ. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ, ലോകത്തിന് എമ്പാടുമുള്ള മാധ്യമപ്രവർത്തകർ ഈ ചർച്ച കവർ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവരെ അടുത്തുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് ഇരുത്തിയിട്ടുള്ളത്. യൂഷ്വലി നമ്മളിങ്ങനെയുള്ള വലിയ ഡിപ്ലോമാറ്റിക് പൊളിറ്റിക്കൽ ഇവൻറ്റുകളൊക്കെ കവർ ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് പ്രസ് റൂമിലാണ് മാധ്യമപ്രവർത്തകരെ ഇരുത്തിക്കുക. നമ്മളൊരു ലൈവ് സ്ക്രീനിൽ കൂടെ നമുക്ക് ചില വിഷ്വൽസ് കാണാൻ സാധിക്കും. പിന്നീട് ചില ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് നമുക്ക് ബ്രീഫിങ്സ് തരും എന്താണ് നടക്കുന്നത് എന്ന്. അങ്ങനെയാണ് നമുക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന പല റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ പറയുന്നത് ചായയും കടിയും മാത്രമേ ഉള്ളൂ, പക്ഷേ വാർത്താ ബ്രീഫിങ്സ് ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഞാനിപ്പോൾ വായിക്കുകയായിരുന്നു. ദർ ഇസ് ബുഫേസ്, ദർ ഇസ് ബരിസ്ത ബട്ട് നോ ബ്രീഫിങ്സ് എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുള്ളിയായിട്ട് വരുന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ഈ ചർച്ചകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയുള്ളൂ. പക്ഷേ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നും അത്തരത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ പ്രതിനിധികളെന്ന് നാം ഇന്നലെ പറഞ്ഞിരുന്നു. ഇറാനിൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, അതുപോലെ മുഹമ്മദ് ഖലിബാഫ് പാർലമെൻറ്റ് സ്പീക്കർ, അമേരിക്കയുടെ സൈഡിൽ നിന്ന് JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ ജാരദ് കുഷ്ണർ, ഇവരാണ് ഈ ചർച്ചകൾ നയിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് രാവിലെ ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ച ഒരു നീണ്ട സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ചർച്ചയായി അതിന് വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്നാണ്. JD വാൻസിൻ്റെ ഭാഗത്തു നിന്നും ഇറാൻ ഡെലിഗേഷൻ്റെ സൈഡിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജിങ് മാത്രമേ നാം ഇപ്പോൾ കാണുന്നുള്ളൂ. ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ പോലും അമേരിക്കയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ മെസ്സേജുകൾക്ക് മാറ്റമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ബൊംബാസ്റ്റിക് ആയിട്ടുള്ള മെസ്സേജുകളാണ് ഇപ്പോഴും ട്രുത്ത് സോഷ്യൽ മീഡിയയിൽ. ഇറാൻ ഹാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്, വി ആർ ക്ലിയറിംഗ് ഔട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്നൊക്കെയുള്ള മെസ്സേജുകളാണ് ഇപ്പോഴും അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ച നടക്കുന്നതിനിടയിലും അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അതേ കടുത്ത ഭാഷയിലുള്ള അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഭാഷയിലുള്ള സോഷ്യൽ മീഡിയ മെസ്സേജുകളൊക്കെയാണ് പുറത്തു വരുന്നത്.
വരുന്നത്. ഈ ചർച്ചയുടെ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇവരുടെ ഒരു ഫ്രെയിം വർക്ക്, എന്താണ് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടുപേരും അഗ്രി ചെയ്യാത്ത ചില ഫ്രെയിം വർക്കുകളുണ്ട് എന്നുള്ളത്. പാർലമെൻറ്റ് സ്പീക്കർ ഗലിബാഫ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു മെസ്സേജിങ്ങിൽ പറഞ്ഞത് 2 കണ്ടീഷൻസ്, ഒന്ന് ലെബനനിലുള്ള സീസ് ഫയർ ഉറപ്പാക്കണമെന്നുള്ളത്, രണ്ടാമത് അമേരിക്ക ഫ്രീസ് ചെയ്തിരിക്കുന്ന ഇറാൻ്റെ ഫോറിൻ അസറ്റുകൾ റിലീസ് ചെയ്യണമെന്ന്. ഏതാണ്ട് 120 ബില്യൺ വരുന്ന ഈ ഫൈനാൻഷ്യൽ അസറ്റുകളാണ് വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം ആദ്യത്തെ 2 പ്രീ കണ്ടീഷനായി പറയുന്നത്. ഇത് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ആയിരിക്കും ഈ ചർച്ചകളിൽ നിന്ന് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. 40-45 വർഷത്തോളം പഴക്കമുള്ള ഇവരുടെ വലിയ ഡിഫറൻസുകളാണ് ഈ നെഗോഷിയേറ്റിംഗ് ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് ഇവർ പറഞ്ഞു തീർക്കാൻ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ 11 ദിവസം മാത്രമാണ് ഇപ്പോൾ ഇനി സീസ് ഫയറിന് ബാക്കി നിൽക്കുന്നത്. ബുധനാഴ്ച അനൗൺസ് ചെയ്ത വെടിനിർത്തലിൽ ഇന്ന് ശനിയാഴ്ച വെറും 11 ദിവസങ്ങൾക്കുള്ളിൽ എത്രത്തോളം പോസിറ്റീവായി 2 കൂട്ടർക്കും അംഗീകരിക്കാവുന്ന ചില പോയിന്റുകളിലെങ്കിലും ഇവർ എത്തിച്ചേരുമോ എന്നുള്ളതാണ് നാം ഇനി നോക്കിക്കാണേണ്ടത്. ഇവർ പക്ഷേ നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹ്യൂജ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഇന്ന് ചില പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റുകൾ ഇതിൻ്റെ സൈഡ് ലൈൻസിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പാകിസ്ഥാനിലേക്ക് സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ അവരുടെ വ്യോമസേനയുടെ ജെറ്റുകൾ C-130 വിമാനങ്ങളും സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ മിലിറ്ററി ഇതിനെക്കുറിച്ച് നമുക്കിതിൻ്റെ ട്വീറ്റുകളോ മെസ്സേജുകളോ ഒന്നും കാണാനില്ല. പക്ഷേ ഇതൊരു ഒഫീഷ്യൽ സോഴ്സ് എന്ന് സൗദി അറേബ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. പാകിസ്ഥാൻ വ്യോമസേന ജെറ്റുകൾ സൗദി അറേബ്യയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് 2025 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഇതൊരു നേറ്റോ ഉടമ്പടി പോലെയുള്ള ഒരു ഉടമ്പടിയാണ്. ഒരാളെ ആക്രമിച്ചാൽ അത് മറ്റാളെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഈ ഒരു നേറ്റോ എഗ്രിമെൻറ്റ്. അങ്ങനെയാണല്ലോ, ഒരു നേറ്റോ കൺട്രീനെ അറ്റാക്ക് വന്നാൽ അത് എൻറ്റയർ നേറ്റോനെ അറ്റാക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെയുള്ള ഒരു ഡിഫൻസ് പാക്റ്റാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത്, അതുപോലെ ഒരു സീസ് ഫയർ ഇങ്ങനെ നിലവിലുള്ള സമയത്ത് ഈ ജെറ്റുകൾ സൗദി അറേബ്യയിലേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് നാം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു ഡെവലപ്മെൻറ്റാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ സീസ് ഫയർ കൊളാപ്സ് ചെയ്താൽ, ഇനി സംഘർഷം വീണ്ടും തുടങ്ങിയാൽ, ഇത് ഒരു സൗദി അറേബ്യയ്ക്കും അതുപോലെ റീജിയനും അവരെ ഡിഫെൻഡ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജിംഗ് ആണ് വ്യക്തമായി ഈ ഒരു ഡെവലപ്മെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലേക്ക് US-ൻ്റെ യുദ്ധക്കപ്പലുകൾ കടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഇത് വാൾ സ്ട്രീറ്റ് ജേർണലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അമേരിക്കൻ പത്രം. അതുപോലെ തന്നെ ആക്സിയോസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ വക്താക്കളിൽ നിന്ന് നമുക്ക് അറിയുന്നത് ഇത് ഇറാൻ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ചില മലയാള ചാനലുകളിലെല്ലാം ഞാൻ ആ വാർത്ത കണ്ടു. ഇറാൻ അവരെ ഇത് നിഷേധിച്ചു, കടത്തിവിടാൻ സമ്മതിച്ചില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ നിന്ന് ഉണ്ടായോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. കാരണം അമേരിക്കയും ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. 3 ഒഫീഷ്യൽസിനെ അനോണിമസായി പേര് പറയാതെ കോട്ട് ചെയ്തുകൊണ്ടാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യുദ്ധക്കപ്പൽ കടന്നു പോയി എന്നും പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഇറാൻ പറയുന്നു. ഇനിയും കുറച്ചും കൂടി വെയിറ്റ് ചെയ്താലേ നമുക്കതിൽ നിന്നൊരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. പക്ഷേ കടലിടുക്ക് ഇപ്പോഴും കപ്പലുകൾ ഫ്രീ ആയി അതിൽ നിന്നൊരു പാസേജ് ഉണ്ടാകുന്നില്ല. ഇതിലെ ഈ IRGC ഈ ആൻറ്റി ഷിപ്പ് മൈനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ മൈനുകൾ അമേരിക്ക ക്ലിയർ ചെയ്യുന്നു എന്നുമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഈ കപ്പലുകൾക്ക് കടന്നു പോകാനായി IRGCയുമായി കോർഡിനേറ്റ് ചെയ്യണം. പുതിയ ചില റൂട്ടുകൾ IRGC ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമസ് കടലിടുക്കിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ റൂട്ടുകൾ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനിൻ്റെ നിലപാട്.
ചർച്ചകളിൽ ഇതിൽ എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് നാം നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഒരു ഫ്രീ പാസേജ് വേ ആയി മാറണം എന്നുള്ളൊരു ഡിമാൻഡ് തീർച്ചയായും ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതേസമയം ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നെതന്യാഹു ലെബനീസ് ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാവണം ഈ അറ്റാക്കുകളൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാൻ, പൂർണ്ണമായും നിർത്താനല്ല, സീസ് ഫയറിൽ ലെബനനെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അറ്റാക്കുകൾ കുറയ്ക്കാൻ, സ്കെയിൽ ഡൗൺ ചെയ്യാൻ നെതന്യാഹു സമ്മതിച്ചിട്ടുള്ളതായി ഇസ്രയേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അബുദാബിയിൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് UAEയുടെ വിദേശകാര്യമന്ത്രി പല വിദേശകാര്യമന്ത്രിമാരുമായി ഈ റീജിയണൽ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചും റീജിയണൽ സെക്യൂരിറ്റിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് അബുദാബിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ നടന്നിട്ടുണ്ട്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. അപ്പോൾ ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജിങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത്ര നേരം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇനി രാത്രിയുള്ള ബാക്കിയുള്ള മണിക്കൂറുകൾ എല്ലാ ലോകം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ല വാർത്തകൾ ഉണ്ടാകും, എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും ചില പോയിന്റിലെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് വീക്കെൻഡ് ആൻഡ് സീ യു ടുമോറോ. ബൈ ബൈ.